നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലൂടെയാണ്. മസ്കറ്റിലെ അൽക്വയർ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. അൽക്വയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മസ്കറ്റിനകത്തിൽ. വളരെ പോഷായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വളരെ അടുത്ത കാലത്താണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് മെയ് 2025 ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പം മസ്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതൊരു ഒരു പോയിൻ്റാണ്, ഒരു ഡെസ്റ്റിനേഷനാണ്. പല ആൾക്കാരും വന്ന് വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് ഈ ഫ്ലാഗിൻ്റെ പോയിൻ്റ് മാറിയിരിക്കുകയാണ്. ഈ ഫ്ലാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോളിന് 126 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അത്രയും പൊക്കമുള്ള ഒരു കൂറ്റൻ ഫ്ലാഗാണിത്. പിന്നെ ഫ്ലാഗിന് തന്നെ 18 മീറ്റർ വിഡ്ത്തും 31.5 മീറ്റർ ലെങ്തും ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു കൂറ്റൻ ഫ്ലാഗാണിത്. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ജിൻഡാൽ ഗ്രൂപ്പാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ജിൻഡാൽ ഗ്രൂപ്പിന് ഇവിടെ പ്രസൻസ് ഉണ്ട് ഒമാനിൽ. ഒരു സൊഹാർ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മസ്കറ്റിലെ ഒരു സിറ്റിയാണ് സൊഹാർ. അവിടെയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ. അവരാണ് ഈ ഫ്ലാഗ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അഭിമാനിക്കാൻ വകയുണ്ട്. നോക്കൂ, മസ്കറ്റ് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. മനോഹരമായ ഫ്ലൈ ഓവറുകളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഫ്ലൈ ഓവറുകൾക്കെല്ലാം ഒരേ നിറമാണ്. നമ്മുടെ നാട്ടിലോട്ട് പച്ച, മഞ്ഞ, നീല ഇങ്ങനെയൊക്കെ അടിച്ചു വെച്ച് വൃത്തികേടാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ നാട്ടിലെല്ലാം കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പച്ച കളറിലൊക്കെ ഫ്ലൈ ഓവറുകൾ കാണാം. വളരെ വൃത്തികേടായിട്ട് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതാണ് കളർ തീം എപ്പോഴും ഒന്ന് എന്താ പറയുക, വളരെ ലൈറ്റായിട്ടുള്ള കളർ തീമാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ആ കാണുന്നതാണ് ഒമാനിലെ ഏറ്റവും വലിയ ഫ്ലാഗ്. സൂര്യനും ഫ്ലാഗും ഒരേ ഫ്രെയിമിൽ. അതെ, ആ സൂര്യനെ പോലെ തന്നെ തിളങ്ങി നിൽക്കുകയാണ് മസ്കറ്റ് എന്ന ഈ സ്ഥലത്തെ ഫ്ലാഗ്. ഒമാൻ എന്നുള്ള മഹത്തായ കൺട്രിയുടെ ഫ്ലാഗാണത്. ഒമാൻ്റെ ഫ്ലാഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല കളറാണ്, കളർ കോമ്പിനേഷൻ. റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്, മനോഹരമായ കളർ കോമ്പിനേഷനാണ്. ഫ്ലാഗുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഏറ്റവും മനോഹരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ ഫ്ലാഗ്. അത് എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് അല്ലേ ആ ഫ്ലാഗ്. വികാരവുമാണ്, അഭിമാനവുമാണ്. അതാണ് ഫ്ലാഗുകളുടെ കഥ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടെ ബസ്സുകളൊക്കെ ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഫ്ലാഗിൻ്റെ പോയിന്റിലേക്ക് എക്സിറ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് ആണ് നമ്മൾ ഫ്ലാഗ് പോയിന്റിലേക്ക് പോകേണ്ടത്. ഇതൊരു മിനിസ്ട്രി ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് എമോജിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഇവിടെയാണ്. ഈ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് ഇൻ്റർസിറ്റി ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഫ്ലാഗിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് റിലേറ്റഡ് ബിൽഡിങ്സാണ്. അതിനെല്ലാം ഈ ഒരു മണ്ണിൻ്റെ കളറാണ്, പഴയ കെട്ടിടങ്ങളുടെ കളറാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്സിനെല്ലാം. അങ്ങനെ നമ്മൾ ഫ്ലാഗിൻ്റെ പോയിന്റിലേക്ക് എത്തി. കാണുന്നതാണ് ഫ്ലാഗ്. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഈ ഫ്ലാഗിൻ്റെ കാഴ്ചകൾ തീർന്നിട്ടില്ല. നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പോയി വിശദമായി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.